പറഞ്ഞില്ലേ, ആ പറഞ്ഞ വിഭാഗം ഈ 7 അവയവങ്ങളിലൂടെ റബ്ബിന്റെ പേടി കാണുന്നവരാണ്. ഇനി അല്ലാഹ് വീണ്ടും പറഞ്ഞത് കണ്ടോ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ. മുത്തഖീങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞില്ലേ? അത് നമ്മളെ പോലത്തെ നിസ്കാരക്കാരികളെ സംബന്ധിച്ച് അല്ല, നമ്മളെ പോലത്തെ പ്രവർത്തകരെ സംബന്ധിച്ച് പറഞ്ഞത് അല്ല. 7 അവയവത്തിലൂടെ റബ്ബിന്റെ പേടി വ്യക്തമാകുന്ന മുഅ്മിനീങ്ങളാരാണോ അവരെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. മുത്തഖീങ്ങളെ വലിയ 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 പദവി അല്ലാഹു തആല പറഞ്ഞുവല്ലോ. ആ പദവിക്കാര് ആരാണ്? എല്ലാ അവയവങ്ങളെ കൊണ്ട് റബ്ബിനെ പേടിക്കുന്ന വിഭാഗമാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാകണം. എന്റെ എല്ലാ അവയവത്തിനും റബ്ബിന്റെ പേടി കാണണം. ആ നിലക്ക് പേടിച്ച് നന്നായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ എല്ലാവരെയും നീ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഇനി ഞാൻ നിങ്ങളോട് ഒരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ബിസ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ലോകത്തറിയപ്പെട്ട വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ബിസ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ആ ബിസ്റുൽ ഹാഫി തങ്ങൾ പറയാണ്, റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം. ഞാൻ എന്റെ ഹബീബാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. ആരാണ് പറയുന്നത്? ലോകത്തറിയപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ബിസ്റുൽ ഹാഫി തങ്ങൾ പറയാണ്, ഞാൻ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. കണ്ടപ്പോഴോ ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ വഖാല, ഇങ്ങോട്ട് എന്നോട് റസൂലുള്ള ചോദിക്കുകയാണ്, യാ ബിസ്ർ അതദ്രി ബിമാ റഫഅകല്ലാഹു മിൻ ബൈനി അഖറാനിക. ബിശ്റേ, നിങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ്? നിങ്ങൾ വലിയൊരു മഹാനാണല്ലോ. ഈ മഹാനായ നിങ്ങൾക്ക് വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ്? ഇത് ചോദിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് ബിശ്റുൽ ഹാഫി തങ്ങളെ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട മുഅ്മിനേ, നമ്മൾക്ക് വന്ന് റസൂലുള്ളാഹിനെ കാണാൻ കഴിയണം. അല്ലാഹ് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. റസൂലുള്ളാഹിനെ വന്ന് സ്വപ്നത്തിൽ കാണാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബിശ്റുൽ ഹാഫി തങ്ങൾ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുന്നു. കണ്ടപ്പോ ബിശ്റുൽ ഹാഫി അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് നബി തങ്ങൾ ചോദിക്കുന്നു, യാ ബിശ്ർ അതദ്രി ബിമാ റഫഅകല്ലാഹു മിൻ ബൈനി അഖ്റാനിക. നിങ്ങൾക്ക് വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ് ബിശ്റേ? ബിശ്റുൽ ഹാഫി തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ബിശ്ർ പറയുന്നു, ഖുൽതു, ഞാൻ അങ്ങോട്ട് മറുപടി പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, നബിയേ എനിക്കറിയൂല നബിയേ, എനിക്ക് ഇത്രയും വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണെന്ന് ഞാൻ അറിയൂല നബിയേ എന്ന് ബിശ്റുൽ ഹാഫി അങ്ങോട്ട് തിരിച്ചു പറഞ്ഞപ്പോ അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിശ്റിനോട് ഇങ്ങോട്ട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ്? ബിഖിദ്മതിക ലിസ്സാലിഹീൻ, നിങ്ങൾ സ്വാലിഹീങ്ങളുടെ ഖാദിമായതിന്റെ പേരിൽ കിട്ടിയതാണ്. സ്വാലിഹീങ്ങൾക്ക് ഖിദ്മത്തെടുത്തതിന്റെ പേരിൽ കിട്ടിയതാണ്. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ കയ്യിൽ ഒരൊറ്റ അമലും ഇല്ല കേട്ടോ. ആഖിറം വിജയിക്കണമെങ്കിൽ സ്വാലിഹീങ്ങളെ ഖാദിമീങ്ങളാകണം.
അതിനാണല്ലോ നമ്മൾ ബയാറ് തങ്ങളെ സ്നേഹിക്കുന്നത്, അതിനാണല്ലോ പൊസോട്ട് തങ്ങളെ സ്നേഹിക്കുന്നത്, അതിനാണല്ലോ ഖലീൽ ബുഖാരി തങ്ങളെ സ്നേഹിക്കുന്നത്, അതിനാണല്ലോ എല്ലാമായി താജുൽ ഉലമാനെ സ്നേഹിക്കുന്നത്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. പൊന്നങ്ങളും തങ്ങളും നമ്മുടെ വേദിയിലേക്ക് കയറി വരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തക്ബീർ ചൊല്ലി സ്വീകരിക്കൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുന്നിലായ തങ്ങള് നമ്മളെ വേദിയിലേക്ക് എത്തി. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങള് അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മലപ്പുറത്തിന്റെ സ്വലാത്ത് നഗറിൽ നിന്നിട്ട് ബയാറിലെ സ്വലാത്ത് നഗറിലേക്ക് ഖലീൽ തങ്ങൾ ഇപ്പോൾ കയറി വരികയാ. അല്ലാഹു തആല ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വന്യരായ പൊന്നങ്ങളും തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ആത്മീയ സദസ്സ് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. ഇനി ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദര, ഞാൻ പറഞ്ഞ ഒരൊറ്റ സംഭവം പറഞ്ഞു നിർത്തുന്നു. ബഹുമാനപ്പെട്ട ബിശ്റുല്ലാഫി തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ടപ്പോ ചോദിച്ചതാണ്, യാ ബിശ്ർ, നിങ്ങൾക്ക് സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ്? ബിശ്റുൽ ഹാബി പറയുന്നു, ലാ യാ റസൂലല്ലാഹ്, അറിയൂല നബിയേ, എനിക്കറിയൂല നബിയേ. അതെ, എന്താണ് കാരണം അറിയൂല നബിയേ? ഖലീൽ ബുഖാരി തങ്ങൾ നമ്മളെ വേദിയിലേക്ക്, ഖലീൽ ബുഖാരി തങ്ങൾ എല്ലാവരും സ്വീകരിക്കൂ. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു എല്ലാവരും ഇരിക്കാം. ദൂരെ നിൽക്കുന്നവർ മുഴുവൻ സദസ്സിലേക്ക് വരിക. ഖലീൽ ബുഖാരി തങ്ങൾ മലപ്പുറത്തിന്റെ സലാത്ത് നഗറിൽ നിന്ന് നമ്മളെ ബയാറ് സലാത്ത് വീരിലേക്ക് എത്തിപ്പെട്ടു. അൽഹംദുലില്ലാ. അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. വന്യരായ സാദാത്തുകളെത്തി ഞാൻ പറയുന്നത് അദബുകേടാണ്. ഞാൻ നിർത്തുന്നു. ബിശ്റുൽ ഹാഫി തങ്ങളോട് റസൂലുള്ളാഹി പറഞ്ഞു, ബിശ്റേ, നിങ്ങൾക്ക് വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം അത് സ്വാലിഹീങ്ങളെ ഖാദിമായതിന്റെ പേരിൽ കിട്ടിയതാണ്. സാലിഹീങ്ങളെ ഖാദിമീങ്ങളായതിന്റെ പേരിൽ കിട്ടിയതാണ്. അൽഹംദുലില്ലാഹ്. ഞങ്ങൾ ഖലീൽ ബുഖാരി തങ്ങളുടെ ഖാദിമീങ്ങളാണ്. ഞങ്ങൾ താജുൽ ഉലമാന്റെ ഖാദിമീങ്ങളാണ്. ഞങ്ങൾ ഖമറുൽ ഉലമാന്റെ ഖാദിമീങ്ങളാണ്. ഞങ്ങൾ നൂറുൽ ഉലമാന്റെ ഖാദിമീങ്ങളാണ്. ഞങ്ങൾ ചിത്താരി ഉസ്താദിന്റെ ഖാദിമീങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ആ മഹത്തുക്കളോടുകൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയണം. അല്ലാഹു നമ്മുടെ നേതൃത്വത്തിന് ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രിയപ്പെട്ട സഹോദര, വെറും പ്രവർത്തനം കൊണ്ട് മാത്രം കഴിയില്ല, വെറും നിസ്കാരം കൊണ്ട് മാത്രം പോരാ. റബ്ബിന്റെ മുമ്പിൽ സ്ഥാനം കിട്ടണമെങ്കിൽ ആലിമീങ്ങളെ പിന്നാലെ കൂടണം, സദാത്തിങ്ങളെ പിന്നാലെ കൂടണം. എപ്പോഴും ആലിമീങ്ങളെ പിന്നാലെ അണിനിറന്ന് അവരെ മുഖം നോക്കി അവരെ ചെരുപ്പെടുത്തു കൊടുത്ത് അവർക്ക് ഖിദ്മത്തെടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകണമെന്ന് ഓർമ്മപ്പെടുത്തി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബയാറിൽ വെച്ച് സ്വലാത്ത് നടക്കുമ്പോ ഈ സ്വലാത്തിന്റെ വിജയം ഒന്ന് വന്യരായ നമ്മളെ തങ്ങളുടെ നേതൃത്വമാണ്. രണ്ട്, ഇനിയും നമ്മുടെ സ്വലാത്ത് വിജയിക്കണമെങ്കിൽ
ആരോപണങ്ങൾ തുടരെയായി നമ്മൾക്ക് വരണം. അപ്പോഴാണ് നമ്മുടെ സ്വലാത്ത് ഹൽക്ക വിജയിക്കുന്നത്. കണ്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങള് സ്വലാത്ത് നഗർ നമ്മൾക്കറിയില്ലേ? അതിന്റെ തുടക്ക ചരിത്രം നമ്മൾ പഠിച്ചതല്ലേ? വന്യരായ ഖലീൽ ബുഖാരി തങ്ങളെ സംബന്ധിച്ച് മുജാഹിദ് ബാലുശ്ശേരി അടക്കം പറഞ്ഞ ക്ലിപ്പ് നമ്മുടെ കയ്യിലില്ലേ? പക്ഷേ പരിധി വിട്ടുകടന്നുപോയി. ആരോപണം നിർത്തലല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ പടയോട്ടത്തെ നിർത്തിവെക്കാൻ, തടഞ്ഞുവെക്കാൻ ലോകത്തൊരു കുബിത്തിക്കും എനിക്ക് കഴിയൂല കേട്ടോ. ആ നിലക്ക് പടർന്ന് പന്തരിച്ചു പോയി. ബഹുമാനപ്പെട്ട താജുൽ ഉലമാന്റെ നേതൃത്വം, ഖമർ ഉലമാന്റെ നേതൃത്വം, ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വം, അതിനെ അടക്കി നിർത്താൻ ലോകത്തിനൊരു ശക്തിക്ക് കഴിയില്ലെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നമ്മുടെ സാദാത്തുക്കൾക്ക് അല്ലാഹു തആല ആഫിയത്ത് ഏറ്റി കൊടുക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സാദാത്തുക്കൾ, ഉസ്താദുമാർ, സംഘടനാ സാരഥികളെ ഒരുമിച്ചുകൂടിയ സഹോദര